ഇവിടെ ചില്ലി ഉണ്ടാക്കാൻ പോണു. എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സൂര്യനാരായണൻ. നമ്മളിന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ഒട്ടും എണ്ണയില്ലാണ്ട് നമുക്കിത് എങ്ങനെ വറുത്തെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫുള്ളായിരുന്ന വീഡിയോ ഇരുന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനെ മുറിക്കണം, കുറച്ച് പരിപാടികളൊക്കെ ബാ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതിൻ്റെ ഫ്ലവർ നമുക്കിതൊന്ന് മാറ്റണം. ഇത് നമുക്ക് വേണ്ട, ഇതൊന്നും നമുക്ക് വേണ്ട. ഒന്നും ഇല്ലാണ്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ അത്യാവശ്യം ചില പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മസാല തയ്യാറാക്കാനായിട്ട് ഒരു 1/4 കപ്പ് മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മഞ്ഞപ്പൊടി ഒഴിച്ചുള്ള കച്ചവടമൊന്നുമില്ല, അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്കിതിലേക്ക് കുറച്ച് എരിവ് വേണം. അപ്പോൾ അതിന് നമ്മളിവിടെ കാശ്മീരി ചില്ലി, അതായത് എരിവും കളറുമാണ് നമുക്ക് പ്രധാനം ഇതിൽ. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല, അതായത് ഏകദേശം 1 ടീസ്പൂണോളം ഗരം മസാല നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ യോജിപ്പിക്കാൻ വേണ്ടി ഒരു 1/2 നാരങ്ങ എടുത്ത് ഇതിലേക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞ് സെറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഏകദേശം ഇതൊന്ന് സെറ്റായ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക. മസാലക്കൂട്ടെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് നമ്മൾ ചുടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട കോളിഫ്ലവർ എല്ലാം നമ്മൾ ഈ മസാലയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. അങ്ങോട്ട് ഇതിൽ നമ്മൾ ഒരു പൊട്ട് എണ്ണ വേണമെങ്കിൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇനിയും നമ്മളിതിലേക്ക് ആഡ് ചെയ്യില്ല. എണ്ണ ഇല്ലാണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഏകദേശം അടിപൊളി മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവിടെയും പാകത്തിന് മിക്സ് ചെയ്ത് നമ്മളിതിനെ ഒരു 15 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കുക. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമുക്ക് ഇത് പൊരിച്ചെടുക്കണം. നമ്മുടെ ഇത് ഏകദേശം ഒരു 10-20 മിനിറ്റ് എല്ലാം കഴിഞ്ഞു. നമുക്കത് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഓവന് ഒരു ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക.
നമുക്കിനി ഇതിനെ ഓവനിലേക്ക് നമുക്ക് മാറ്റാം. ഓവനിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇതിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ആദ്യം അടയ്ക്കുക. ഡോർ അടച്ചതിന് ശേഷം മൈക്രോ നമ്മൾ ആദ്യം ഇത് കുക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് മൈക്രോ ബട്ടൺ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് കൊടുക്കാം. ഏകദേശം ഒരു പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ ഈ കുറച്ച് ഈ മോൾ ഭാഗമൊക്കെ ഒന്ന് കുറച്ചുകൂടെ ആവാനുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ആയി എന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് ഇനി അഗൈൻ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുണ്ട്. ഞാനിവിടെ ഒരു 5 മിനിറ്റും കൂടെ ഞാൻ ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാവുന്നുണ്ട്. ഒരു പൊട്ട് പോലും എണ്ണ യൂസ് ചെയ്യാത്ത ഓയിൽ ഫ്രീ കോളിഫ്ലവർ ഗ്രിൽ അല്ലെങ്കിൽ തന്തൂരി. ഒരു പൊട്ട് പോലും എണ്ണ യൂസ് ചെയ്യാത്ത അട്ടിപ്പൊളി എടുക്കണം. നിങ്ങൾ കണ്ടു കാണും, അട്ടിപ്പൊളിയാണ് സംഭവം. വളരെ എന്താ വെച്ചാൽ ഇത് കൊളസ്ട്രോള് കാര്യങ്ങൾ നമ്മൾ ഈ കോളിഫ്ലവർ ചില്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഷാലോ ഫ്രൈ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. ഷാലോ ഫ്രൈ ചെയ്താൽ നമ്മൾ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്ത് എല്ലാവരും എണ്ണയിൽ കുതിർത്തെടുക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾക്ക് കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെയർ ഡിസീസൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പൊട്ട എണ്ണയില്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വറുത്തെടുക്കാൻ പറ്റുന്ന കോളിഫ്ലവറാണ് ഇത്. ഞാൻ ഗ്യാരണ്ടി തരുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഇല്ല എന്നിരുന്നെങ്കിൽ തന്നെ നിങ്ങളൊരു പാനിൽ വെച്ചിട്ട്, അതായത് ലൈറ്റായിട്ട് ഒരു അതായത് വളരെ സ്ലോയിൽ ഹീറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇത് ഞങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്തായാലും കഴിച്ചിട്ടില്ല. സെറ്റ് വേണം. സെറ്റ് അടിപൊളിയാണ് സംഭവം. നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ പക്കാവായി പിടിച്ചിട്ടുണ്ട്. അടിപൊളിയുണ്ട്. നമുക്ക് ഇന്നതിന് വേണമെങ്കിൽ നമുക്ക് മഞ്ചൂരിയനിലേക്ക് ഇടാം. നമുക്ക് വേറെ എന്ത് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ തികച്ചും ഓയിൽ ഫ്രീ ഉള്ള ചില്ലിയാണ്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന്, അതായത് ഓയിൽ കഴിക്കാത്ത ആർക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ എം ഷിനു സൂര്യനാരായണൻ സൈനിങ് ഓഫ്. ബൈ. അടുത്ത വീഡിയോ കാണാം.